ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി ടിപ്സ് ആയിട്ടാണ് കേട്ടോ ഗൈസ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ എല്ലാവരും വീട്ടിലും കാണുമല്ലോ ഈ പല്ലിനെ കൊണ്ട് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നത്. ആ പെട്ടെന്ന് പല്ലിയെ തുരത്തി ഓടിക്കാൻ ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തത്. പ്രത്യേകിച്ച് പുതിയ വീടുകളിലാണ് കൂടുതലായിട്ടും പല്ലി നമ്മൾ കാണപ്പെടുന്നത്. പല്ലി എന്ന് പറയുമ്പോൾ നിസ്സാര സാധനമാണല്ലോ, പക്ഷേ ഇത് ഭയങ്കര വിഷമുള്ള ഒരു ജീവിയും കൂടിയാണല്ലോ. അപ്പോൾ ഇത് ഭക്ഷണത്തിലൊക്കെ ചാടിക്കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് പല അസുഖങ്ങളും വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ അതെല്ലാവരും വീട്ടിലും അധിക വീട്ടിലും ഉണ്ടാവുമല്ലോ ഈ കുരുമുളക്. അപ്പോൾ കുരുമുളകിൻ്റെ ഇല ഇല്ലാത്ത അധികം ചുരുക്കം വീടുകളിൽ ഇതുണ്ടാവും അതൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇല പറിച്ച് ഏത് ഭാഗത്താണോ കൂടുതലായിട്ടും പല്ലി വരുന്നത് വെച്ചെങ്കിൽ അവിടെ നമ്മൾ ഈ കുറച്ച് ടൈഗർ ബാം എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൂടെ പരത്തി നല്ലപോലെ തേക്കുക. എന്നിട്ട് നമുക്ക് ഏത് ഭാഗത്താണോ കൂടുതലായിട്ടും കിച്ചണിൻ്റെ ഭാഗത്തായിട്ടാണല്ലോ പല്ലി വരിക. അപ്പോൾ നമ്മൾ ആ ഭാഗത്തൊക്കെ ഇത് പുരട്ടിയിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ അത് നല്ലൊരു അടിപൊളി ടിപ്സ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ വാസന കിട്ടിക്കഴിഞ്ഞാൽ പല്ലികളൊക്കെ പെട്ടെന്ന് ചാവാനും അതുപോലെ നമ്മൾ വീട് വിട്ട് ഓടാനും പരിസരം വിട്ട് ഓടാനൊക്കെ നല്ലൊരു അടിപൊളി മരുന്ന് തന്നെയാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിത് ട്രൈ ചെയ്തതിൻ്റെ ശേഷം അതിൻ്റെ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അതിൻ്റെ ശേഷമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. മതിയോ? അടുത്തത് മറ്റൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ സിങ്ക് ഉണ്ടല്ലോ അടുക്കളയിലൊക്കെ, എല്ലാവരും അടുക്കളയിലും എന്താ പറയുക, ചിലർക്ക് 2 അടുക്കള ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവിടേക്ക് നമ്മൾ സിങ്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ സിങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കാതെ വരുന്ന സമയത്തൊക്കെ ഇത് പായൽ പൂപ്പലൊക്കെ വരാൻ സാധ്യത ഉണ്ട്. അതുപോലെ അണുക്കളും നമ്മൾ പാത്രമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പാത്രത്തിലൂടെയൊക്കെ എന്താ ഈ അണുക്കൾ സഞ്ചരിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ അടുത്തതായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന നമ്മളെ സാധാ പൊടിപ്പ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ എന്താ പറയുക കല്ലുപ്പാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിത് അതിൻ്റെ പൊടിച്ചിട്ട് അതിൻ്റെ പൊടി സിങ്കിൽ ഒരുപോലെ നമ്മൾ വിതറി കൊടുക്കുക. ഒരു 2 സ്പൂണ് ഉപ്പാവാം, അതിൽ കൂടുതലും ആകാം. അതിൻ്റെ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് നമ്മൾ രാത്രിയാണ് കൂടുതലായിട്ടും ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളെ സിങ്കിലില്ല പായൽ പൂപ്പൽ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എന്താ പറയുക ക്ലീനായി കിട്ടാനും നല്ലൊരു അടിപൊളി ടിപ്പാണ്. അപ്പോൾ ഈ 2 ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടിപ്സ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് തരും കേട്ടോ. നിങ്ങൾക്കും ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക.